നമ്മൾ പരസ്പരം ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ. അതൊരു സത്യമാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ അടയ്ക്കും, സമ്മർ വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഈ ചൂട് കാലത്ത് നിങ്ങളുടെ ആരോഗ്യം കാത്തു രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻസ് ആണ് സ്കിന്നിന് വരുന്ന പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ ആസിഡിറ്റി, ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നം. നമ്മൾ സ്കിന്നിൻ്റെ കംപ്ലയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിയിൽ പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നിർബന്ധമായിട്ടൊരു ശീലമാക്കാം. വെളിയിൽ പോകുന്നതിന് തൊട്ട് മുന്നേ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു 15 തൊട്ട് 20 മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. SPF ഒരു 50 എങ്കിലും ഉള്ള സൺസ്ക്രീൻ പ്രിഫർ ചെയ്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊട അല്ലെങ്കിൽ ക്യാപ്പ് യൂസ് ചെയ്യേണ്ടി വേണം നിങ്ങൾ വെളിയിൽ പോകാൻ. മാക്സിമം ഒരു 11 തൊട്ട് 3 മണി വരെ പോവാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നീട് നിങ്ങൾ ഡീഹൈഡ്രേഷൻ വരുന്നത് വളരെ കോമൺ ആണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഫുഡിൽ വാട്ടർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡും ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഉദാഹരണത്തിന് കുക്കുംബർ, വാട്ടർമെലോൺ, നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുള്ള കരിക്ക്, അതുപോലെ തന്നെ ടൊമാറ്റോ, ഇതിലൊക്കെ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഈവൻ ഓറഞ്ച്, ഇതുപോലുള്ള ഫുഡ് നിങ്ങൾ കൂടുതൽ കഴിക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം അത് ആ ഒരു ടൈമിൽ നമുക്കൊരു റിലാക്സേഷനോ റിഫ്രഷ്മെന്റ് ആണെങ്കിൽ പിന്നീട് അത് ബോഡിയിൽ വീണ്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർ ഇൻടേക്ക് ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. മാക്സിമം നല്ല വെള്ളം തന്നെ നിങ്ങൾ കുടിക്കാൻ ട്രൈ ചെയ്യുക. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.